ഇതാണ് മോനെ സാധനം. കാസിയോ GX56TU. ഈ ഡുവൽ കളറിൽ ഇറങ്ങണ ഒരേ ഒരു സാധനം. ഇല്ല, ഈ ഡുവൽ കളർ ഇതിന് മുമ്പ് 690, അതുപോലെ തന്നെ വേറെ കുറേ മോഡൽ G2100 ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ മോഡൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇവൻ ശരിക്കും കിങ് തന്നെയാണ്. ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലില്ല, അപ്പോൾ അത് നിർത്തിവെച്ചു. പക്ഷേ ഇവനെ കിട്ടാൻ ഞാൻ കുറച്ച് മെനക്കെട്ടു. ഒടുവിൽ നമ്മുടെ ദുബായിൽ നിന്നാണ് ഈ സാധനം കൊണ്ടുവന്നത്. അതൊരു വലിയ കഥയാണ് മോനെ. കുറേ മെനക്കെട്ടു. ഒരു മാസമാണ് ബുക്ക് ചെയ്തിട്ട് സാധനം നമ്മുടെ കൈ കിട്ടാൻ ടൈമായത്. നമ്മുടെ ഇവിടുത്തെ കൊറിയർ പോലെയൊന്നുമല്ല, അവിടെ ഭയങ്കര സെറ്റപ്പാണ്. ഓർഡർ ചെയ്തിട്ട് നമ്മളത് മറക്കുക. കറക്റ്റ് ഒരു മാസം ആകുമ്പോൾ, അല്ല ഒരു മാസം ഒന്നല്ല, ഞാൻ ഈ മാസം 15-ന് ബുക്ക് ചെയ്തു. പക്ഷെ എനിക്ക് കിട്ടുമ്പോൾ ഇന്ന് 31 ഇന്നാണ് എനിക്ക് ഇവനെ കിട്ടിയത്. അത്രയും ദിവസം ഫുള്ള് ഡിലേ ആയിരുന്നു മോനെ. ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെയല്ല. പക്ഷെ അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവരുടെ കസ്റ്റമർ കെയർ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾക്ക് എപ്പോൾ നമ്മൾ ചാറ്റിങ് മാത്രമേ ഉള്ളൂ. നമുക്ക് ചാറ്റ് ചെയ്താൽ അവർ സ്പോട്ടിലുണ്ടാവും, 24 മണിക്കൂറും ഉണ്ട്. അപ്പോൾ ഇവരാണ് സംഭവം. ഒന്നുമില്ല, എല്ലാ കാസിയോ G-Shock വാച്ചുകളിലും ഉള്ള പോലെ തന്നെയാണ്. അതിൽ വ്യത്യാസമായിട്ട് എന്താ വെച്ചാൽ ഇത് മഡ് റെസിസ്റ്റൻറ്റ് ആൻഡ് ഷോക്ക് റെസിസ്റ്റൻറ്റ് എല്ലാത്തിലുണ്ട്. മഡ് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെന്താ വെച്ചാൽ ടച്ച് സോളാർ, അതാണ് വ്യത്യാസം. ഇത് വേൾഡ് ടൈം, അലാറം, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, അത്രയേ ഉള്ളൂ. നോർമലിൽ വേറെ ഈ ഓപ്ഷൻസിൽ ഫീച്ചേഴ്സായിട്ട് ഒന്നുമില്ല. മെയിൻ ഫീച്ചേഴ്സിൽ സോളാർ വാച്ചാണ്. പിന്നെ ഈ LCD കണ്ട, അതാണ് ഹൈലൈറ്റ്. ഇവൻ്റെ ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്ന എല്ലാത്തിലും ബ്ലാക്ക് ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ്. പക്ഷേ ഈ പോസിറ്റീവ് ഡിസ്പ്ലേ USA-ലും ദുബായിലും മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇറക്കിയിരിക്കുന്നത് ദുബായിൽ നിന്നാണ്. നമ്മുടെ ഇവിടെ ഇല്ലാത്ത എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും. നിർത്തി വെച്ചതടക്കം അവിടെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു വീഡിയോ, ഇത് കിട്ടിയപ്പോൾ ഒരു വീഡിയോ എടുത്തെന്ന് മാത്രം. അപ്പോൾ ഓക്കെ ഗായ്സ്, നമ്മുടെ വലിയ ചാനലൊന്നുമല്ല, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമൊന്ന് ലൈക്ക് അടിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ശരി എന്നാൽ.